ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി വരണമെന്നുള്ളതാണ് CPM നേതൃത്വത്തിൻ്റെ നിലപാട്, അല്ലെങ്കിൽ ഇടതുപക്ഷ നിലപാട് എന്നുള്ള കാര്യം ഞാൻ അവരെ അറിയിക്കുന്നു. അതിനകത്തൊന്നും ഇല്ലെന്ന് എന്താ കാരണം ഒരു സെക്കൻഡ്, സമരം നടത്തുന്ന നേതാക്കളുമായിട്ട് ചിലപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ ദൂർത്തി ഉണ്ടാവില്ല. എന്താ കാരണം അവർ സമരത്തിലല്ലേ. അല്ല, അങ്ങനെയൊക്കെ ഒരു സെക്കൻഡ്, അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുമല്ലോ. ഇത് പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് CPM-ന്റെ ഒരാവശ്യം കൃത്യമായിട്ട് പറയുന്നു, ആവശ്യം അംഗീകരിക്കുന്നു, അതോടുകൂടി അതാണ് സംഭവം. ഏത് അത് തിരുവഞ്ചൂരിനോട് ചോദിക്കണം, എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്തിങ്ങനെ പറയുന്നു. സമ്മതിച്ചു കൃത്യമായ തിരുവഞ്ചൂരിനെ അറിയാം. അത് മാത്രമല്ല, പിന്നീട് അതേ ഏത് വാക്കുകളിലാണത് പത്രക്കാരോട് അത് എക്സ്പ്രസ് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നീട് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ട് ജസ്റ്റിസ് ശിവരാജൻ മൊഴിയെടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അതിലേക്ക് വരുമായിരുന്നു.